എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ചെറിയ സന്ദേശത്തിലേക്ക് നിങ്ങളെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചെറിയ സന്ദേശത്തിൻ്റെ തലക്കെട്ട് യേശുവിൻ്റെ പതിവുകളും എന്നുള്ളതായ കാര്യമാണ് ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പല ഇടങ്ങളിലും പല സമയങ്ങളിലും പല മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിന് വിശേഷാൽ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വേദനിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ആശ്വാസവും വിടുതലും കർത്താവ് നൽകട്ടെ എന്ന ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞാൻ ആശിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ തലക്കെട്ട് യേശുവിനോട് ബന്ധപ്പെട്ടുള്ള പതിവുകൾ എന്നുള്ളതാണ്. അതിലെ ഇത് സംസാരിക്കുമ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ എന്നിൽ ഓർമ്മപ്പെടുത്തിയ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു 2 കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒന്ന്, യേശു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്ന് ബൈബിളിനെ എതിർക്കുന്ന, ക്രിസ്ത്യാനികളെ എതിർക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനെതിരെ വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കർത്താവ് എവിടെയായിരുന്നു എന്നുള്ളതിന് ഉത്തരം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ മറ്റൊരു വലിയ രീതിയിൽ എതിർപ്പുള്ള ഒരു ചോദ്യമല്ല, എന്നാൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് യേശു മരിക്കുമ്പോൾ 33 വയസ്സ് വരെ 33 വയസ്സ് കഴിഞ്ഞിട്ടാണോ മരിച്ചത് എന്ന്, വയസ്സ് എത്ര എന്ന് പലരും ചോദിക്കാൻ ഇടയായിത്തീരും. ആ ചോദ്യത്തിനും കൂടെ ഉത്തരം ഞാൻ ഇതിൽ ചേർക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് വേഗത്തിൽ യേശുവിൻ്റെ ബന്ധപ്പെട്ടുള്ള പതിവുകൾ ഏതൊക്കെയാണ്, പതിവ് പോലെ ചെയ്തിരിക്കുന്നതായ കാര്യങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാം. അതിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശുവിനെ പൈതലായിരിക്കുമ്പോൾ ആലയത്തിൽ കൊണ്ടുചെന്ന് യേശുവിനെ പ്രതിഷ്ഠിക്കുന്നതായ സമർപ്പിക്കുന്നതായ കാര്യത്തെയാണ്. അത് പതിവ് പോലെ അങ്ങനെ അവരുടെ യഹൂദന്മാരുടെ ജീവിതത്തിൽ ഒരു പതിവ് പോലെയുള്ള ഒരു ആചാരമായിരുന്നു ആ കാര്യമെന്ന് പറയുന്നത്. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് വാരി വലിച്ച് ഓർമ്മയിൽ വന്ന് എഴുതിയതല്ല. യേശു ക്രിസ്തുവിന്റെ ചരിത്രം അത് ക്രമമായിട്ട് എഴുതുവാനായിട്ട് വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് പരിശ്രമിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ആദ്യത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ പല പ്രിയപ്പെട്ടവരും ഇങ്ങനെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണങ്ങളും നമ്മുടെ ഇടയിൽ നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചരിത്രപരമായി ചരിത്രത്തിൽ നടന്നതായ ഒരു കാര്യത്തെക്കുറിച്ച് പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ചരിത്രം ചമപ്പാനായിട്ട് പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ലൂക്കോസും അപ്രകാരം ഒരു ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് ഈ വാചകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ അതിലൊന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ആണ് അങ്ങനെ. അപ്പോൾ 3 കൂട്ട കാര്യങ്ങളാണ് അവിടെ നമുക്ക് ലൂക്കോസ് അവിടെ പ്രതിപാദിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത്. ക്രമമായി എഴുതണം, പിന്നെന്താണ്, ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. അപ്പോൾ വളരെ ഒരു വ്യക്തി ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, അന്നത്തെ കാര്യങ്ങൾ കൃത്യമായി വളരെ ശ്രദ്ധിച്ചാണ് ഇത് എഴുതുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് ഇതിന് ആധാരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാം. അതിൽ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, പൈതലായിരിക്കുന്ന യേശുവിനെ ആലയത്തിൽ വന്ന് സമർപ്പിക്കുന്നതായ കാര്യമാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനെ അർപ്പിപ്പാൻ. കൂടെ നമുക്ക് കാണാൻ കഴിയും, ഒരു ഇണക്കുറു പ്രാവിനെയോ 2 പ്രാവിക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൽ ചെന്ന് സമർപ്പിക്കുവാനായിട്ട് ന്യായപ്രമാണ പ്രകാരം കർത്താവിനെ കൊണ്ടുപോകും. അപ്പൊ പൈതലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ശുദ്ധീകരണ കാലം കഴിഞ്ഞാലേ യഹോവയ്ക്ക് അർപ്പിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് അങ്ങനെ നിയമമൊന്നുമില്ല, പക്ഷെ വളരെ നല്ലതായ ഒരു കാര്യമാണ് പൈതങ്ങളെ ദൈവത്തിനെ പ്രതിഷ്ഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതായ ഒരു കാര്യമാണ്. എന്താണ്, അവന്റെ വളർച്ചയിൽ, അവനെ ദൈവഭക്തിയിൽ, ദൈവകൃപയിൽ വളരണം. അപ്പോൾ തന്നെ ജ്ഞാനവും പരിജ്ഞാനവും വിവേകമുള്ള ആളായിട്ട് വരണം. പിന്നത്തെ ഇതിലെ ശരിയായ രീതിയിൽ ആരോഗ്യകരമായ നിലകളിൽ കർത്താവ് സൗഖ്യമുള്ള പൈതലാക്കി തീർക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം അവരെ യഹോവ ഭക്തിയിൽ പൈതലിനെ വളർത്തുവാൻ വേണ്ട ദൈവകൃപ അവർക്ക് നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ വീണ്ടും പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരണം, സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരണം, അതുപോലെ രാജ്യത്തിന് ഒരു അനുഗ്രഹമായി തീരണം, കർത്താവിന്റെ കാവലും പരിപാലനം എന്നും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പൈതലിനെ പ്രതിഷ്ഠിച്ച് അങ്ങനെ വളരെ നല്ല കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഈ
പ്രതിഷ്ഠിക്കുന്നതിന് പകരം സമർപ്പിക്കുന്നതിന് പകരം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് പലപ്പോഴും ജ്ഞാനസ്നാനം മാമോദീസ നൽകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മാമോദീസ നൽകുന്നത് വിശ്വസിക്കുന്നവരാണ് സ്നാനമേൽക്കേണ്ടത്. അല്ലെങ്കിൽ സുവിശേഷം കേട്ട് വിശ്വസിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നവർ അല്ലെ, അപ്പോൾ അവരെ എന്ത് ചെയ്യണം? ഉപദേശിച്ച് ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് ശിഷ്യരാക്കിക്കൊള്ളണം. അപ്പൊ ശിഷ്യന്മാരാണ് ഇത് ഈ ജ്ഞാനസ്നാനം എടുക്കേണ്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം, വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. ഇങ്ങനെ ദൈവത്തിന്റെ കൽപ്പന നമുക്ക് അങ്ങനെയുള്ളതാണ്. അത് ഒരാള് സുവിശേഷം കേട്ട് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറയണം. പാപമോചനം പ്രാപിച്ചവര് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അവരെ ആ പ്രിയപ്പെട്ടവരിൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ജനിച്ച് ആത്മാവ് രക്ഷിക്കപ്പെട്ടവരാണ് കർത്താവിനോട് ചേരുവാനായിട്ട്, യേശുവിനോട് ചേരുവാനായിട്ട്, സ്നാനമേൽക്കുവാനായിട്ട് ഇടയാകേണ്ടത്. അത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെയ്ത് സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ അവർ വീണ്ടും വലുതാകുമ്പോൾ ഈ സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കി അവർ ജ്ഞാനസ്നാനം നമുക്ക് ആ വാക്കിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുങ്ങുക എന്നുള്ളതാണ് അതിൽ കാണുവാനായിട്ട് കഴിയുന്ന കാര്യം. ഒഴിക്കുന്നതോ തളിക്കുന്നതോ അല്ല മാമോദീസ എന്ന് അല്ലെ നമുക്ക് എല്ലാ സ്നാനത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിന്റെ പ്രധാനം എന്ന് പറയുന്നത് യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നതാണ്. പാപം സംബന്ധിച്ച് യേശു മരിച്ചു, ഇതുപോലെ നമ്മൾ പാപം സംബന്ധിച്ച് മാനസാന്തരപ്പെട്ട് പഴയ മനുഷ്യനെ എന്ത് ചെയ്തു? മരിച്ചു. പഴയ മനുഷ്യൻ ഇനിയില്ല. ഈ മരിച്ച ഒരു വ്യക്തിയെ എന്ത് ചെയ്യണം? കുഴിച്ചിടണം. യേശുവിനെ മരിച്ചപ്പോൾ കല്ലറയിൽ അടക്കിയതുപോലെ കുഴിച്ചിടണം. അത് വെള്ളത്തിലാണ് അടക്കുന്നത്. അപ്പോൾ മരിച്ച ഒരാളെ കുഴിച്ചിടണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പ്രകൃതിയാലുള്ളതാണ്, അത് എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വെള്ളത്തിൽ അടക്കണം. എന്നിട്ട് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിനായിട്ട് പുതിയ ഒരു സൃഷ്ടിയായി ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെ സാക്ഷീകരിച്ച നമ്മയാണ് കർത്താവ് മേഘങ്ങളിൽ, ആകാശമേഘങ്ങളിൽ കാഹളനാദത്തോടെ ഇറങ്ങി വരുമ്പോൾ മരിച്ചവരും ജീവനോടിരിക്കുന്നവരുമായി ഒരുമിച്ച് ആ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ യേശുവിന്റെ മരണത്തെയും അടക്കം കുഴിച്ചിടുന്നതിനെയും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെയും ജലത്തിൽ സാക്ഷീകരിച്ചവരാണ് അവന്റെ വരവിലെ എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആ വിശ്വാസ പ്രഖ്യാപനമാണ്. യേശു മരിച്ചു, അടക്കി, ഉയർത്തെഴുന്നേറ്റു. ഇതിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നതാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാനായിട്ട്. അപ്പൊ യേശുവിനോട് ചേരുവാനാ, ഒരു സഭയോട് ചേരുവാനല്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആ പ്രവേശിച്ചവർ കർത്താവിനെ എന്ത് ചെയ്യണം? കർത്താവിന്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനം വിശ്വസിക്കുന്നവർ, ശിഷ്യന്മാരായിരിക്കുന്നവർ, മാനസാന്തരപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. കുഞ്ഞുങ്ങളല്ല സ്നാനപ്പെടേണ്ടത് എന്ന് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഇവൻ മാനസാന്തരപ്പെടണം, പുതിയ സൃഷ്ടിയായിട്ട് തീരണം. സമർപ്പിക്കപ്പെടുന്നത് നല്ലതാണ്, ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്നത് നല്ലതാണ്. ഞാൻ വേഗത്തിൽ നമുക്ക് അതല്ല പ്രധാനപ്പെട്ട വിഷയം എന്ന് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ആലയത്തിൽ പ്രതിഷ്ഠിച്ചത്. രണ്ടാമത്തേതായ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16-17 അവിടെ ഒരു കാര്യം പതിവ് പോലെ ചെയ്തത്, താൻ വളർന്ന നസ്രത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അപ്പോൾ പതിവ് പോലെ ചെയ്ത ഒരു കാര്യമാണ് പള്ളിയിൽ ചെല്ലുവാനായിട്ടിടയായി. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് താൻ വളർന്ന നസ്രത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെയായിരുന്നു 12 വയസ്സ് വരെ മുതൽ 30 വയസ്സ് വരെ യേശുക്രിസ്തു എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവൻ വളർന്നത് നസ്രത്തിലാണ്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവനെ കുറിച്ച് ഒന്നും കാണുവാൻ കഴിയുന്നില്ല എന്നാണ് പലരും പറയുവാനായിട്ട് ഇടയാക്കുന്നത്, നമ്മോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരോപിക്കുന്നതായ കാര്യം. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ നസ്രത്തിൽ വളർന്നു, അവൻ നസ്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അവൻ വളർന്നത് നസ്രത്തിലായിരുന്നു. അപ്പോ ആ പിന്നീടുള്ള ഭാഗം കൂടെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ 12 വയസ്സ് മുതൽ ഈ പരസ്യമായ തന്റെ ശുശ്രൂഷയ്ക്ക് മുൻപ് ഇടയ്ക്കുള്ള ഭാഗത്ത് അവൻ നസ്രത്തിൽ ഉണ്ടായിരുന്നു, അവിടെയാണ് അവൻ വളർന്നതെന്ന് ഈ വാക്യത്തിന്റെ പിൻബലത്തിൽ നമുക്ക് അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ തനിക്കൊരു പതിവുണ്ട്, പള്ളിയിൽ ചെല്ലുക എന്ന് പറയും. ഇടയ്ക്ക് വന്നതല്ല, അവൻ പതിവ് പോലെ അവൻ പള്ളിയിൽ ചെല്ലുവാനായിട്ട് ഇടയായി. അപ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാട്ടിൽ വളർന്നു, അതുപോലെ തന്നെ അവൻ പള്ളിയിൽ പോകുവാനായിട്ട് ഇടയായി. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊരു പതിവുണ്ടാകുന്ന നല്ല ശീലമാണ്. പള്ളിയിൽ പോകുക, കൂട്ടായ്മയ്ക്ക് പോകുക, സഭയിലേക്ക് പോകുക, ആരാധനയ്ക്ക് പോകുക, ഇങ്ങനെയുള്ള നല്ല കാര്യമാണ്. അത് പതിവാണ്. യേശുക്രിസ്തുവിനെ അത് പതിവായിട്ട് കർത്താവ് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ആരാധനയ്ക്ക് പോകുന്നു, അതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, സഭയുടെ കൂട്ടമായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയും മറ്റു സമൂഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ആരാധന, അതുപോലെ പ്രാർത്ഥന, അതുപോലെ തന്നെ ദൈവവചന പഠനം നമുക്ക് കർത്താവ് പഠിപ്പിച്ചതും ഉപദേശിച്ചതൊക്കെ അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആത്മീക വർധനവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആത്മീയ വർധനവ് പ്രാപിച്ച് മുന്നോട്ട് പോകുവാനും
അങ്ങനെ സ്നേഹവും സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരുവാനൊക്കെ ഉള്ള ഒരു കാര്യമാണ് നമുക്ക് പള്ളിയിൽ ചെല്ലുമ്പോഴൊക്കെ ഇടയായി കാണുവാനായിട്ട്, അല്ലെങ്കിൽ പള്ളികളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകേണ്ടതായ കാര്യം. അപ്പോൾ അതിൽ വളരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യം സ്നേഹം വർദ്ധിക്കുവാനിടയാകണം. നമ്മളെ കൊണ്ട് കഴിയാവുന്ന നിലയിൽ സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഇടയാകണം. അപ്പോൾ തന്നെ ദൈവവചനം പഠനം ഉണ്ടായിരിക്കണം, അവിടെ ഉപദേശങ്ങൾ ഉണ്ടാകണം. അത് നമ്മളെ ആത്മീക വർധനവ് വരുത്തുവാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ തന്നെ നമ്മളെ ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ കർത്താവിനെ ആരാധിപ്പാനായിട്ട് ഇടയായി തീരണം, അതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകും. അതാണ് നമുക്ക് പള്ളിയിൽ ദാവീദ് പറയുന്നത്, നമുക്ക് ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. മറ്റു പലരെയും നിർബന്ധത്താൽ അല്ലെങ്കിൽ അവരെ കാണിക്കുവാനൊക്കെ ആയിട്ട് പോകുന്ന പല പ്രിയപ്പെട്ടവരെ ചുരുക്കമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ നിലയിലൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുക്കത്തോടെ നമുക്ക് പള്ളിയിൽ പോകുവാനും അങ്ങനെ ഉത്സാഹമുള്ളവരായി അതൊരു പതിവ് പോലെ നമുക്ക് മുടക്കം വരാതെ ഉപേക്ഷയായി വിചാരിക്കാതെ നമുക്ക് പള്ളിയിൽ ഉത്സാഹത്തോടെ പോകുവാൻ ഇടയായി തീരട്ടെ. യേശുക്രിസ്തു അങ്ങനെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അപ്പോൾ രണ്ട് കാര്യമാണ് അതിൽ കാണുവാൻ കഴിയുന്നത്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ 2 കാര്യങ്ങളാണ് കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, അവൻ നസ്രത്തിൽ വളർന്നു എന്ന് കാണും. രണ്ടാമത്തേത്, പതിവ് പോലെ അവൻ പള്ളിയിൽ പോയിരുന്നു. ഈ 2 കാര്യങ്ങൾ വെച്ച് നമുക്ക് വളരെ ശക്തമായിട്ട് യേശുക്രിസ്തു 12 വയസ്സ് 30 വയസ്സ് വരെ എവിടെ ആയിരുന്നു, എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പതിവ് പോലെ അവൻ ഒലിവ് മലയിലേക്ക് പോയി. അപ്പോൾ അവിടെ 2 കാര്യമുണ്ട്. പതിവ് പോലെ ചെയ്ത ഒരു കാര്യം നമുക്ക് തിരുവെഴുത്തുകളൊക്കെ പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അതിരാവിലെ അവൻ ആലയത്തിലേക്ക് ചെന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ വൈകിട്ട് യേശു കർത്താവ് ഒലിവ് മലയിലേക്ക് പതിവ് പോലെ പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആലയത്തിൽ പോകുന്നത് ആരാധനയ്ക്കും അർപ്പിക്കേണ്ടതിനും, അതുപോലെ തന്നെ ദൈവവചനം വായിച്ച് അവൻ വചനം പറഞ്ഞ് ഉപദേശിച്ച് പോരുവാനായിട്ട് ഇടയായി. അതാണ് നമുക്ക് ഇവിടെ ഈ പതിവ് പോലെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്ന പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി വായിച്ചു. അപ്പോൾ പള്ളിയിൽ ഉണ്ടാകേണ്ടതായ അതിപ്രധാനമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വളരെ സമയമെടുത്ത് ദൈവവചനം അമ്മയെ വായിക്കുകയും അതിൽ നിന്ന് പ്രസംഗിക്കുവാൻ, വചനം പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും ഇടയായിത്തീരണം. അപ്പോൾ വചനം വായിക്കുന്നതും വായിപ്പിച്ച് കേൾപ്പിക്കുന്നതും അതുപോലെ അത് അനുസരിക്കുന്നവർക്കും അവർ ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതായ കാര്യം. അപ്പോൾ വചനം, ഈ വായിക്കുന്ന വചനം, അവര് പറഞ്ഞത് യെശയ്യാവിന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ വിടർത്തി വായിച്ചു. അപ്പോൾ ദൈവവചനം നമുക്ക് വിടർത്തി വായിക്കുന്നതൊക്കെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ക്രമമായി വായിച്ചു വരുന്നതും പഠനത്തിന് നല്ലതാണ്. അപ്പോൾ വിടർത്തി വായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ആ കാര്യങ്ങള് അന്ന് നമ്മോട് ഇടപെടുന്നതായ കാര്യമാണ് എന്ന് നാം വിശ്വസിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആ ഭാഗങ്ങൾ വായിക്കണം. കാരണം ഇവിടെ താഴെ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ വിടർത്തിയിട്ട് വായിച്ചു. ആ വേദഭാഗത്തെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. അന്ന് വായിച്ച വേദഭാഗം, ആ വേദഭാഗത്തെ ആസ്പദമാക്കി പറയുകയാണ്, ഈ വചനത്തിന് ഇന്ന് നിവൃത്തി വന്നിരിക്കുന്നു. അപ്പൊ ഇന്ന് കഴിയുന്ന ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഒരു വലിയ രീതിയിൽ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കണം, അത് കൊടുക്കണം, ഇന്ന ഭാഗം വായിക്കണം എന്നൊന്നും അവിടെ വ്യക്തമായി യേശു കർത്താവോ മറ്റു പുരോഹിതന്മാരോ കേട്ടിട്ടില്ല. അവര് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ചിലപ്പോൾ ക്രമമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാലം വായിക്കാനൊക്കെ ആയിട്ടായിരിക്കും. അത് കൊടുത്തു, വിടർത്തി അവൻ വായിച്ചു. അവിടെ പറയുക, അവൻ വായിച്ച വേദഭാഗത്ത് വെച്ചിട്ട് യേശുക്രിസ്തു പറഞ്ഞത്, ഈ തിരുവെഴുത്ത് ഇന്ന് നിവൃത്തിയായി. അപ്പോൾ നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവശബ്ദമായി കേൾപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുവാനായിട്ടിടയാകും. ആ വിശ്വാസത്തോടെ വചനത്തെ കൈക്കൊള്ളുവാനായിട്ടിടയാകും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകി തരുവാൻ അന്ന് വായിക്കുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. അപ്പോ നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമ്മൾ വായിക്കുവാനായിട്ട് ഇടയാകും. യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോയി ഈ ചെറിയ സന്ദേശം നിർത്തുവാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ പള്ളിയിൽ വചനം പഠിപ്പിക്കണം, ഉപദേശം പറയുവാനായിട്ട് ഇടയാകണം. അങ്ങനെ ആത്മീക വർധനവ് വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലാതെ കാശും വലിയ വീടും വലിയ ബംഗ്ലാവും ഉന്നത ജോലിയും ഉന്നത സ്ഥാനവും അതൊക്കെ നല്ലതാ, അതൊക്കെ ലഭിക്കാം. പക്ഷെ ആത്മീക വർധനവ് വരിക എന്ന് പറഞ്ഞാല് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭക്തിയും വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് അതിന്റെ തെളിവെന്ന് പറയുന്നത്. അപ്പോൾ ആത്മീക വർധനവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പള്ളികളിൽ ചെല്ലുമ്പോൾ
പള്ളിയിൽ ചെല്ലുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ, കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ, അതുപോലെ സഭായോഗത്തിന് പോകുമ്പോൾ നമുക്ക് ലഭിക്കുവാനിടയായിത്തീർന്ന പതിവ് പോലെ കർത്താവ് എന്ത് ചെയ്തു? പള്ളിയിൽ പോയി. നമ്മൾ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് പതിവ് പോലെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം നമുക്കിനി യേശുവിന് 33 വയസ്സാണോ മരിക്കുമ്പോൾ എന്നുള്ള കാര്യം കൂടി നമുക്ക് ചിന്തിക്കണം. അത് അവസാന ഭാഗത്തായിട്ട് ഞാൻ ഓടിച്ച് പറയാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു താല്പര്യം വന്നതുകൊണ്ട് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ പതിവ് പോലെ ചെയ്ത കാര്യമാണ് പള്ളിയിൽ പോയി. പതിവ് പോലെ പള്ളിയിൽ പോകുമ്പോൾ ദൈവവചനം വായിച്ചു, അതിനനുസരിച്ച് പ്രസംഗിച്ചു, അതുപോലെ ഉപദേശിച്ചു. ഉപദേശം എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൻ്റെയൊക്കെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം ആത്മീക വർധനവ് വരുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പതിവ് പോലെ അവൻ ഒലിവ് മലയിലേക്ക് പോയത്. അപ്പോൾ പ്രത്യേകമായിട്ട് അവിടെ പോകുവാനായിട്ട് കാര്യം എന്ന് പറയുന്നത് തന്റെ അതിപ്രധാനമായിരിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി താൻ രാത്രിയിൽ ദീർഘനേരം മലമുകളിൽ ചെല്ലുന്നത് പ്രത്യേക ദൈവസാന്നിധ്യം അനുഭവിക്കാനല്ല. പലരും തെറ്റായ ധാരണ മലമുകളിൽ വലിയ ദൈവസാന്നിധ്യം പണ്ടുണ്ടായിരുന്നു, ഇന്നുണ്ടാകും എന്നൊക്കെ വിചാരിച്ച് മലമുകളിലൊക്കെ പോകും. അതിനല്ല പോയത്. ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ, തടസ്സമില്ലാതെ ദീർഘനേരം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്രകാരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാൻ ഇടയായി തീരട്ടെ. അപ്പോൾ പതിവ് പോലെ എന്നുള്ളതായ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒലിവുമലയിൽ പോയത്, പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയത് പ്രത്യേകമായി രാത്രിയിൽ ദീർഘനേരം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം കർത്താവിനുണ്ടായിരുന്നു. തന്റെ ശുശ്രൂഷയുടെ ബലം എന്ന് പറയുന്നത് ആ രാത്രിയിലെ ദീർഘനേരത്തെ പ്രാർത്ഥനകളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി താൻ വേർതിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിരാവിലെ ദേവാലയത്തിൽ ചെല്ലുകയും അതുപോലെ രാത്രി വൈകിട്ട് താൻ പതിവ് പോലെ ഒലിവുമലയിൽ പോകുവാനും അവിടെ ദീർഘനേരം പ്രാർത്ഥിക്കുവാനും അത് പതിവ് പോലെ താൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥന എന്ന് പറയുന്നത് പലരും ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ, പ്രത്യേക ആവശ്യങ്ങളുടെ നടുവിൽ, ആപത്ത് കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകമായ പ്രാർത്ഥന വേണം. പലരും പിന്നെ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവനില്ലാത്ത, സംസാരിക്കാത്ത, കണ്ണു കാണാത്ത, ചെവിയുണ്ട് ചെവി കേൾക്കാത്ത, കൈയുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത, കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത ഊമ വിഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട്. എന്നാൽ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. എവിടെ ഇരുന്ന് നിലവിളിച്ചാലും കർത്താവ് കേൾക്കും. നമ്മുടെ വേദന, നമ്മുടെ ആവശ്യം, നമ്മുടെ നിലവിളി, നമ്മുടെ പ്രാർത്ഥന എല്ലാം എവിടെ ഇരുന്നാലും അവൻ കേൾക്കും. അത് മറുപടിയും നൽകി തരുവാനായിട്ട് ഇടയാണ്. ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയാകണം. രൂപങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് യേശുവെന്ന് വിളിച്ചാൽ മതി. യേശുവിനെ വിളിച്ചാൽ അവിടെയാണ് നമുക്ക് ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ പലരും ഈ യേശുവെന്ന് വിളിക്കാൻ അതില് തൃപ്തി വരുന്നില്ല. ഒരു മനസ്സിന് എന്തില്ല. ഇപ്പൊ യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ മതിയാകും. അതിനാണ് നമുക്ക് ആ നാമത്തെ നൽകിയുള്ളത്. കാണേണ്ട ആവശ്യമില്ല, ഒന്നിനും വേണ്ട, യേശുവിനെ വിളിച്ചാൽ മതി. അത് നമുക്ക് ആ വിശ്വാസമില്ല. വചനം അങ്ങനെ പറഞ്ഞതെന്ന് അറിവില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഈ രൂപങ്ങളുടെ മറ്റുള്ള ആൾക്കാരൊക്കെ പിന്നാലെ പോയി പ്രയാസത്തിലാകുന്നു, മറുപടി ലഭിക്കാതെ വിഷമിച്ചു പോകുന്നു. ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രധാന 2 കാര്യമാണ് ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. ഒന്ന്, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കർത്താവ് നസ്രത്തിൽ വളർന്നു. പതിവ് പോലെ പള്ളിയിൽ ചെന്നു, വചനമെടുത്ത് വായിച്ചു, വചനം പ്രസംഗിച്ചു, അവരെ ഉപദേശിച്ചു. അപ്പോൾ വളർന്നിട്ടുണ്ട്, പള്ളിയിൽ ചെന്നിട്ടുണ്ട്, നസ്രത്തിൽ വളർന്നിട്ടുണ്ട്, പള്ളിയിൽ അവൻ പതിവായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിലാണോ യേശുക്രിസ്തു മരിച്ചത്, അല്ല 33-ാമത്തെ വയസ്സിലാണോ യേശുക്രിസ്തു മരിച്ചത് എന്നുള്ളതിന് ഉത്തരമാണ് നമുക്ക്
എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ പെസഹ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 3 ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 3 കൊല്ലം പെസഹ പെരുന്നാളിനെ കർത്താവ് പങ്കെടുക്കുന്നതായ ഭാഗം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെ 3 വർഷം, അപ്പോൾ 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് പരസ്യമായി താൻ ശുശ്രൂഷിപ്പാനിടയായെന്ന് ദൈവവചനത്തിലുണ്ട്. അപ്പോൾ 3 വർഷം യേശു ക്രിസ്തു പെസഹ പെരുന്നാളിന് പങ്കെടുത്തതായിട്ട് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം അത് 2-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം, അതിലെ 1-ാമത്തെ പെരുന്നാൾ കാണാൻ കഴിയും. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തിട്ട് നടക്കുന്ന ആദ്യത്തെ പെസഹ പെരുന്നാൾ പൊതുവായി താൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 30 വയസ്സിന് ശേഷം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ആദ്യത്തെ പെസഹ പെരുന്നാള് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്നത്തേത് 6-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു മലയിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. 2-ാമത്തെ വർഷം നമുക്ക് യേശു ക്രിസ്തു പങ്കെടുത്ത പെസഹ പെരുന്നാളിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി 19-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണ്. 19:14. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ കൊന്നുകളയുക, അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. അപ്പോൾ 3-ാമത്തെ വർഷത്തിന്റെ പെസഹ പെരുന്നാളാണ്. താൻ കുരിശിൽ തറച്ച് കൊല്ലപ്പെടുന്ന ആ ദിവസങ്ങളിലെ പെസഹ പെരുന്നാളിനോടുള്ള ആ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് 33 വയസ്സിൽ കർത്താവ് മരിച്ചു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. ഇതൊന്നും ആത്മീക വർധനവ് വരുന്ന കാര്യമല്ല, നമ്മൾ മനസ്സിലാക്കി വെക്കുവാനായിട്ടുള്ള കാര്യമാണ്. ആത്മീക വർധനവിന് ദൈവത്തിന്റെ വചനം വായിക്കുകയും കേൾക്കുകയും അങ്ങനെ വചനം കേട്ട് ഗ്രഹിച്ച് അല്ലെങ്കിൽ വായിച്ച് ഗ്രഹിച്ച് നല്ല നിലത്ത് വീഴുമ്പോൾ 100, 60, 30 മേനി വിളവുള്ളതായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുവാനായിട്ട് ഇടയാകും. അപ്പോൾ വചനം കേട്ട് ഗ്രഹിക്കുക, ആത്മീക വർധനവ് ഉണ്ടാകുക, ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിക്കുക, കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുകയും കർത്താവെ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുകയും ചെയ്ത് ദൈവമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ വസിക്കുന്നുവോ അവരുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് ജീവിപ്പിക്കും. അങ്ങനെ ആത്മാവ് വീണ്ടും ജനിച്ച് അന്ന് പ്രാപിക്കുന്ന ജീവനാണ് നിത്യജീവൻ. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ആരിലുണ്ടോ അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ മരിച്ചാലും സ്വർഗത്തിൽ മോക്ഷത്തെ നൽകിത്തരുന്ന ഈ അതിവിശിഷ്ടമായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഗ്രഹത്തിലേക്കാണ് യേശു ക്രിസ്തു മൂലം അവന് വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്, നമുക്കൊരുക്കിയിരിക്കുന്നത്. ആ വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഈ സന്ദേശം കേട്ട നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ നാം കാണുന്നത് വരെയും ദൈവം നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.